ഈ G7 ഉച്ചകോടി അത് പങ്കെടുത്തുകൊണ്ടിരിക്കവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് തന്നെ നിർത്തിവെച്ചിട്ട് അമേരിക്കയ്ക്ക് മടങ്ങി. പുറത്തു വരുന്ന വാർത്ത അമേരിക്കയിൽ അദ്ദേഹം സൈന്യത്തിനോടും പെൻറ്റഗണിനോടും വാർ റൂം ചെയ്യാൻ സജ്ജമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ലോകം മഹായുദ്ധത്തിലേക്കാണോ പോകുന്നത്? അല്ല, ട്രംപിൻ്റെ ഈ പെട്ടെന്നുള്ള മടക്കം അത് നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഉണ്ട്, കാനഡയിലുണ്ട്. മോദി അവിടെ നിൽക്കുന്നതും വലിയ വാർത്തയാണ്. കാരണം കാനഡയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അല്പം വിള്ളൽ വീണതൊക്കെ നമുക്കറിയാവുന്നതാണ്. ട്രൂഡോ അതിനകത്ത് പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. സാധാരണ നിലയിലേക്ക് ആയി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധം ഇതിൻ്റെ വേറൊരു രീതിയിലേക്ക് അങ്ങ് മാറുകയാണ്. അതായത് അമേരിക്കയുടെ ട്രംപിൻ്റെ ഒരു അന്ത്യശാസന പോലും ഇറാൻ്റെ വന്നിരിക്കുകയാണ്. അതായത് വെടിനിർത്തൽ വേണം എന്ന് ഇറാൻ കരഞ്ഞു പറയുന്നു എന്നുണ്ട്. പക്ഷേ വെടിനിർത്തൽ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല, ഇത് പര്യവസാനത്തിൽ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതായത് ഈ ആണവ നിർവ്യാപന കരാറിൽ എത്രയും പെട്ടെന്ന് ഒപ്പിടണം എന്നാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം ഇറാനോട്. മറ്റൊരു കാര്യങ്ങളും ഒരു കോംപ്രമൈസും വേണ്ട എന്നാണ് ട്രംപിൻ്റെ നിലപാട്. മാത്രമല്ല, ഈ G7 ഉച്ചകോടിയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തി അദ്ദേഹം പോയപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണി അദ്ദേഹം പറഞ്ഞു, ഇത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ വെടിനിർത്തലിനാണോ താങ്കൾ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അതിനാണ് പോകുന്നത് എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് സംസാരിച്ചു. അതിന് ട്രംപ് കൊടുത്ത മറുപടി, അത് എത്രയോ ചെറിയ കാര്യം, അതിനേക്കാൾ വലിയ ഒരു കാര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കൂ, അത് ഉടനെ സംഭവിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം അതൊരു വലിയ മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഭയക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവർ ട്രംപും ഇസ്രായേലും തമ്മിൽ വലിയൊരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ ഇവർക്കൊരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലേ? അന്ന് ട്രംപ് അധികാരത്തിൽ വന്നു എന്നുള്ള രീതിയിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുകൂടെ ശാസനയുടെ ശക്തി അങ്ങ് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് 9 മാസം കൊണ്ട് ഇവർ വളരെയധികം ഹോംവർക്ക് ചെയ്യുന്നു കാര്യങ്ങൾ എങ്ങനെ. കാരണം ഇവരെ അറ്റാക്ക് ചെയ്ത ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത് പലരാണ്. ഇസ്രായേൽ നമുക്കറിയാം ഒരേ സമയം 4 പേരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. 4 ചുറ്റും ഒരാളെ ഒതുക്കുമ്പോൾ വേറൊന്നിലേക്ക് പോവുകയാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാൻ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ അയച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇറാന്റെ അടുക്കൽ തന്നെ നമ്മൾ വിചാരിച്ചു ഈ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും വലിയ കാര്യമായ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായതായിട്ട് എന്തെങ്കിലും ഒരു ഉണ്ട്. അവർ തമ്മിൽ പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടതാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞതുപോലെ ട്രംപ് അവിടെ അധികാരമേൽക്കുന്ന ആ കാലത്ത് അന്നും ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ ഇസ്രായേൽ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി അതിനുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനുള്ള ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്ക്, പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഇറാനല്ല, ഫലസ്തീൻ ഹമാസുകാർ തട്ടിക്കൊണ്ടുപോയി അതിനുള്ള പ്രതികാരമായിട്ട് ഗാസയിൽ നിരന്തര ആക്രമണം നടത്തുകയും ഹമാസിൻ്റെ ബങ്കറുകൾ തകർക്കുകയും നിരവധി ഹമാസ് കമാൻഡർമാരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേൽ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അന്നു തൊട്ട് തന്നെ ഇറാനെ ആക്രമിക്കും എന്നൊരു ശ്രുതി അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഇസ്രായേൽ കയറി ഇറാനെ അറ്റാക്ക് ചെയ്തപ്പോൾ എന്തിനു വേണ്ടിയാണ് ആണെന്നുള്ളത് ഏത് തരത്തിലാണ് ലോകം അറിയുന്നത്? ഇതിനു വേണ്ടി, അതായത് ആണവ നിർവ്യാപനം. പക്ഷെ ഇപ്പോൾ അത് കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. അവരുടെ ആ രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിനെ അയത്തുള്ള അലി ഖമനേയി അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളതാണ് ഇപ്പം
പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് മാറിയിരിക്കുന്നത്. തുടക്കത്തിൽ ഈ ആണവായുധത്തിൻ്റെ പേരിലായിരുന്നു. ആണവായുധത്തിൻ്റെ പേരിലാകുമ്പോൾ ഇറാൻ അത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ലോകത്തെ എല്ലാവരുടെയും പിന്തുണ ഇസ്രായേലിന് കിട്ടും. അല്ല, അതിപ്പോൾ വ്യക്തമാണ്. G7 ഉച്ചകോടി വ്യക്തമായിട്ട് പറഞ്ഞു, ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അതിലേക്ക് ഞങ്ങൾ കൈകടത്തുന്നില്ല. ഇറാനാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്. ഇറാൻ എത്രയും പെട്ടെന്ന് ആണവ നിർവ്യാപന കരാറിൽ ഏർപ്പെടണം, ചർച്ചകൾ പുനരാരംഭിക്കണം, ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കണം. ഇത് G7 ഉച്ചകോടി, ട്രംപ് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും G7 ഉച്ചകോടിയിലുണ്ടല്ലോ, ഇന്ത്യ അടക്കമുണ്ടല്ലോ. പക്ഷേ നേതാക്കളെല്ലാം G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ്. അതെ, അപ്പോൾ ഇവരുടെ ഈ യുദ്ധത്തിൽ നിന്ന് കാര്യം അങ്ങോട്ടേക്ക് മാറി. കാരണം ഖമീനിയെ കാത്തിരിക്കുന്നത് ഇസ്രായേൽ ഇദ്ദേഹത്തെ വധിക്കും എന്നുള്ള രീതിയിലാണ്. 86 വയസ്സുള്ള ഇദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ്. കാരണം തുടക്കത്തിലെ തന്നെ ഇസ്രായേലി ആണവ ശാസ്ത്രജ്ഞന്മാരെ എല്ലാം വധിച്ചു. കഴിഞ്ഞ ദിവസം ഒരു യുദ്ധ കമാൻഡറെ വധിച്ചു. ഇനി എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നല്ലോ ഈ രാജ്യം നിൽക്കുന്നത്. ഇദ്ദേഹമാണ് അതിൻ്റെ അവസാന വാക്കും അവിടെ ഏത് കാര്യത്തിൻ്റെയും. അപ്പോൾ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ഒരാശങ്ക ബാക്കി നിൽക്കുന്നുണ്ട്. ബംഗറിനുള്ളിലാണ് ഇറാൻ വലിയ ആശങ്കയിലാണ്. അങ്ങ് പറഞ്ഞതുപോലെ അയത്തുള്ള അലി ഖമനേയി അടക്കമുള്ളവർ ബംഗറിൽ ഒളിച്ചു. പുതിയ സൈനിക മേധാവിയായിട്ട് സ്ഥാനമേറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. കാരണം വന്ന ആൾക്കാരെല്ലാം ഒന്നൊന്നായിട്ട് കൊല്ലപ്പെടുന്ന കാഴ്ച കണ്ടു. ആണവശാസ്ത്രജ്ഞന്മാരെ 14 പേരെ തീർത്തു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അല്ല, 5 or 6 പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇറാൻ വലിയ പ്രതിരോധത്തിലാണ്. ഈ മധ്യപൂർവേഷ്യയിലെ ഈ പറയുന്ന അസ്ഥിരതയുടെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ ഉറവിടം ഇറാനാണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. അങ്ങനൊരു ഒരു ആ ആരോപണത്തെ സാധൂകരിക്കാനാണ്, ഞങ്ങൾ ലോകത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഈ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ഇസ്രയേൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും G7 ഉച്ചകോടിയിലും കൂടി ഇസ്രയേലിന് വലിയ പിന്തുണ കിട്ടിയതോടുകൂടി ലോകം വളരെ, കാരണം ഈ അറബ് രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇറാനെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തുർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരക്ഷരം മറുത്തു പറയാൻ സാധിക്കുന്നില്ല. ഈ അറബ് രാഷ്ട്രങ്ങളടക്കം ഇറാനെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായിട്ട് ഇറാനെ ആക്രമിക്കുകയും ടെഹ്റാൻ നിലംപരിശാക്കുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കയും കൂടി ഇനി യുദ്ധത്തിന് വന്നാൽ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയത്തില്ല. കാരണം പാകിസ്ഥാൻ നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ട തരത്തിലുള്ള പ്രഹരം ഏറ്റുവാങ്ങിയിട്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് അവർ വലിയ തകർച്ചയാണ്, പൊക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളത് തുർക്കിയാണ്. തുർക്കിക്ക് വലിയ ബലമില്ല. അപ്പോൾ അതിനിടയ്ക്കാണല്ലോ ആ പ്രധാനമന്ത്രിയുടെ സൈപ്രസിൽ പോയതും അത് തന്നെ തുർക്കിയാകെ വരണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ട്രംപ് ഉച്ചകോടിയിൽ നിന്ന് പെട്ടെന്ന് തിരികെ പോയതും മറ്റ് നീക്കങ്ങളൊക്കെ നടത്തുന്നതും ലോകം ഇങ്ങനെ വളരെ ആകാംക്ഷയോട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരല്പം ഭയപ്പാടോടുകൂടിയാണ് നിൽക്കുന്നത്. അല്ല, അത് ട്രംപ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വെടിനിർത്തലിനാണോ താങ്കൾ പോയിരിക്കുന്നത് എന്ന് ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറയുന്നു, അതിലും വലുത് വരാനുണ്ട്, കാത്തിരിക്കൂ, ക്ഷമയോടെ കാത്തിരിക്കൂ, വൈകാതെ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്നാണ് ട്രംപ് പറഞ്ഞത്.